all, welcome to Impulse. നമ്മൾ നോക്കാൻ പോകുന്ന റെഗുലേറ്ററി സയൻസിന്റെ ക്ലിനിക്കൽ ട്രയൽ ഡെവലപ്പിംഗ് ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾസ് ആണ്. സോ ക്ലിനിക്കൽ ട്രയൽ ഡെവലപ്പ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താണ് ക്ലിനിക്കൽ ട്രയൽ, എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു. സോ ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട്. സോ ഡോക്യുമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് സേഫ്റ്റി നടക്കുന്നുണ്ടോ, ഇന്റഗ്രിറ്റി ഓഫ് കളക്റ്റഡ് ഡേറ്റ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അത് ബോത്ത് നമ്മൾ ചെയ്യുന്ന ആൾക്കാർക്കും ചെയ്യുന്ന രീതിയിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്കമ്മിനകത്തും സേഫ്റ്റി ഉണ്ടോ ഇല്ലോ നമ്മൾ അറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുമാത്രമല്ല ചെയ്യുന്ന ഡേറ്റ കളക്ഷൻ്റെ മെത്തഡോളജി ഇന്റഗ്രിറ്റി ഒക്കെ നമുക്ക് വളരെ നിർബന്ധമായിട്ട് നോക്കേണ്ടത് ആവശ്യമാണ്. ആൻഡ് ക്ലിനിക്കൽ ട്രയൽ ഷുഡ് ബി കണ്ടക്റ്റഡ് ആസ് പെർ എ റിട്ടൺ പ്രോട്ടോകോൾ. നമ്മൾ റിട്ടൺ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കണം, അത് എഗ്രി ചെയ്ത് ഇൻവെസ്റ്റിഗേറ്ററും സ്പോൺസറും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടാവും, ഒരു സ്പോൺസർ ഉണ്ടായിരിക്കും, ആൻഡ് ക്ലിനിക്കൽ ട്രയൽ അപ്രൂവ് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ICHും GCPയും ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് പ്രോട്ടോകോൾസ് ഉണ്ട്. അവിടെ നമുക്ക് ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾസിൽ ഒരുപാട് കണ്ടന്റുകൾ പറയുന്നുണ്ട്. ജനറൽ ഇൻഫർമേഷൻ, സ്റ്റഡി ഒബ്ജക്റ്റീവ്, സ്റ്റഡി ഡിസൈൻ, വിഡ്രോവൽ ഓഫ് പാർട്ടിസിപ്പൻറ്റ്, അതായത് ഏതെങ്കിലും പോയിന്റിൽ വെച്ചിട്ട് പാർട്ടിസിപ്പൻസ് വിഡ്രോ ചെയ്യുവാണെങ്കിൽ അത് എങ്ങനെ ആയിരിക്കണം, ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അസസ്മെന്റ് ഏത് രീതിയിലാണ്, സേഫ്റ്റി എങ്ങനെ ആകണം, സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ്, ക്വാളിറ്റി കൺട്രോൾ എങ്ങനെയാണ്, എത്തിക്സ് എങ്ങനെയാണ്, ഡേറ്റ മാനേജ്മെന്റ് എങ്ങനെയാണ്, രൂപ പോലും എങ്ങനെയാണ് വരുന്നത്, പബ്ലിക് പോളിസി, സപ്ലിമെന്റ്സ്. ഒരു ക്ലിനിക്കൽ ട്രയൽ നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്തിരിക്കണം ആ പ്രോട്ടോകോളിനകത്ത്. ആൻഡ് ദാറ്റ് ഹാസ് ടു ബി വാലിഡേറ്റഡ് ആൻഡ് സർട്ടിഫൈഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ ആൻഡ് സ്പോൺസറുമായിട്ടും ചെയ്തിരിക്കണം. ഇനിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് എത്തിക്സ് കമ്മിറ്റി പറയുന്നത്. സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡാണ് റൈറ്റ്, സേഫ്റ്റി, വെൽബീയിങ് എല്ലാം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊക്കെ റെസ്പോൺസിബിൾ ആവുന്നതും നോക്കേണ്ട ആൾക്കാരും കേട്ടോ. ഇൻഡിപെൻഡന്റ് എത്തിക്സ് കമ്മിറ്റി എന്നിവർ അവരും നോക്കാറുണ്ട്. സോ നമുക്ക് കമ്മിറ്റികൾ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഇൻഡിപെൻഡന്റും ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലാണ് ചെയ്യാൻ പോകുന്നെങ്കിൽ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ കാണുന്ന കമ്മിറ്റീനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറയുക. ഇൻഡിപെൻഡന്റ് സെപ്പറേറ്റ് ആയിരിക്കും. സോ അവിടെ റിവ്യൂ നടക്കുന്നുണ്ടാവും, റിസ്കുകളൊക്കെ അസസ് ചെയ്യുന്നുണ്ടാവും, ആൻഡ് പാർട്ടിസിപ്പൻസിനെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് നടക്കുന്നുണ്ടോ, മിനിമൽ റിസ്ക് ആണോ ഉള്ളത്, ആൻഡ് അത് മാത്രമല്ല ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും റെഗുലേഷൻസുകളിലെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നോക്കേണ്ടാവുക. കമ്പോസിഷൻ പറയുവാണെങ്കിൽ 5 മെമ്പേഴ്സ് ആയിരിക്കും. അതിൽ ഒരാൾ നോൺ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടും ഒരു ഇൻഡിപെൻഡന്റ് മെമ്പർ അഫിലിയേറ്റ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ട്രയൽ സൈറ്റും ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് 5 ആൾക്കാരാണ്, അതിൽ ഒരാൾ നോൺ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഒരു ഇൻഡിപെൻഡന്റ് മെമ്പർ ആയിരിക്കും, ആൻഡ് നോട്ട് അഫിലിയേറ്റ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രയൽ സൈറ്റ്. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനോ ട്രയൽ സൈറ്റുമായിട്ട് എന്തായിരിക്കില്ല, അഫിലിയേറ്റ് ആയിരിക്കില്ല, പുറത്തുനിന്ന് ഒരാളായിരിക്കും കേട്ടോ. ആൻഡ് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് പ്രൊസീജിയേഴ്സ് പറയുവാണെങ്കിൽ ഡോക്യുമെന്റേഷൻ നമ്മൾ വെക്കണം. ഒരു SOP വെക്കുന്ന പോലെ ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വെക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക, റിവ്യൂ നോക്കുക, എത്ര പ്രാവശ്യം ചെയ്യുന്നുണ്ടെന്നുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എക്സ്പെഡേറ്റ് ചെയ്യുക. അത് മാത്രമല്ല മൈനർ ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും അറിയിക്കേണ്ടത് ആവശ്യമാണ്. ഈവൻ മൈനർ ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും അപ്രൂവൽ ഇല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സ്റ്റഡീസിലോ ഒന്നിലും നമുക്ക് ഒരു മാറ്റവും വരുത്താനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് ഇൻവെസ്റ്റിഗേറ്റർ എപ്പോഴും പ്രോട്ടോകോൾ അല്ലെങ്കിൽ PD എന്ന് പറയും കേട്ടോ. പ്രോട്ടോകോൾ ഡീവിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കണം. റിസ്ക് ഉണ്ടെങ്കിൽ അറിയിക്കണം, സീരിയസ് ആയിട്ടുള്ള ADR ഉണ്ടെങ്കിൽ അറിയിക്കണം. ADR എപ്പോഴും അറിയിക്കണം. ഈവൻ ഒരു പനിയോ ചുമ വന്നാൽ പോലും അറിയിക്കേണ്ട അത്യാവശ്യം, അതുപോലെ ADR ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ആൻഡ് അപ്രൂവൽ പ്രോസസ്സ് പറയുവാണെങ്കിൽ റിസർച്ച് പ്രോട്ടോകോളൊക്കെ വെക്കണം. റിലവന്റ് ഡോക്യുമെന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്ററാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇൻഡിപെൻഡന്റ് എത്തിക്സ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു, അവർ നോക്കിയതിന് ശേഷം എല്ലാ കൺസിഡറേഷൻ നോക്കിയതിന് ശേഷം അവർ ആക്സസ് ചെയ്യും. അപ്രൂവ് ചെയ്താൽ അപ്രൂവബിൾ അല്ലെങ്കിൽ ഫേവറബിൾ ഒപ്പീനിയൻ കൊടുക്കുകയാണ് ചെയ്യുക. മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറയുന്നു. ആൻഡ് റെക്കോർഡ് ചെയ്യും. റിട്ടൺ പ്രൊസീജിയർ, മെമ്പർ ഫയല്, സബ്മിറ്റ് ഡോക്യുമെന്റ് ആൻഡ് മിനിറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അത് 3 വർഷം കൂടുമ്പോഴാട്ടോ. മെയിൻ ഓൾ റിലവന്റ് ഡോക്യുമെന്റ് ഫോർ അറ്റ്ലീസ്റ്റ് 3 years ഫോർ ട്രയൽ കംപ്ലീഷൻ. സോ 3 വർഷമാണ് ട്രയൽ കംപ്ലീഷൻ കഴിഞ്ഞ് ഒരു 3 വർഷം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സൂക്ഷിച്ചു വെക്കും. അതിനുശേഷമാണ് മാറ്റി കളയുന്നതും എടുത്ത് കളയുന്നതൊക്കെ കേട്ടോ. അതുവരെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം, നിർബന്ധമാണ്. ഇനി കൺസെന്റിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇൻഫോംഡ് കൺസെന്റ്, അതായത് നമ്മൾ പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇൻവെസ്റ്റിഗേറ്റർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. പേഷ്യന്റ് മിക്കവാറും വോളണ്ടറി ആയിരിക്കും, അവരുടെ താല്പര്യപ്രകാരം മാത്രമായിരിക്കും ചെയ്യുക. ആൻഡ് കപ്പാസിറ്റി ടു ഗിവൺ ഇൻഫോം കൺസെന്റ്, അതായത് എല്ലാം, അതായത് എന്തുണ്ടെങ്കിലും ഇനി എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് മാത്രമല്ല ഒരു ലീഗൽ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് നമുക്ക് എന്തെങ്കിലും കൺസെന്റ് കൊടുക്കാനായിട്ട് ആളുണ്ടാവണം. കാരണം വെച്ചാൽ നമുക്ക് വെറുതെ പോയിട്ടൊരു മൈനർ ആളെ എടുത്ത് വെക്കാനും പറ്റത്തില്ല.
പറ്റത്തില്ല, മേജർ ആളായിരിക്കണം എന്നുള്ളതുണ്ട്. അപ്പം മൈനർ ആണ് അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഇല്ലാണ് അല്ലെങ്കിൽ മെന്റലി കോമ്പറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് സർട്ടിഫൈ ചെയ്യാനുള്ളൊരു ലീഗൽ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്. അതായത് എക്സാമ്പിൾ ഒരു കുഞ്ഞാണെങ്കിൽ അച്ഛനും അമ്മയും എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പം നമുക്ക് ഒരിക്കലും മൈനറിനെയോ അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഇല്ലായ ആൾക്കാർ ഡയറക്റ്റ്ലി ഒന്നും എൻറോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് എൻറോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് കൺസെന്റ് ഇല്ല നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. സോ കീ എലമെന്റ്സ് ഇൻഫോം കൺസെന്റ്. നമ്മൾ എന്തൊക്കെയാണ് അറിയിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു പേഷ്യന്റ് അറിയിക്കേണ്ടത്. ഒരു പേഷ്യന്റ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ക്ലിനിക്കൽ സ്റ്റഡിയിൽ വരിക ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവരറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ റിസ്കുകൾ ഉണ്ടായിരിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയണം. അത് മാത്രമല്ല നമ്മുടെ ഓതറൈസ് ആരാണോ ഓതറൈസ് ചെയ്യുന്ന അയാൾ പോലും അറിയണം. മൈനർ അല്ലെങ്കിൽ മേജർ ഇൽനെസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ അതുപോലും അറിയേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും പേഷ്യൻ്റ് ഒരു ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കൂടുതൽ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവർക്ക് കാര്യം മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. പാർട്ടിസിപ്പൻസ് വോളണ്ടറി ആണ് ഞാൻ പറഞ്ഞല്ലോ. ഒരു ഇൻഫ്ലുവൻസിലും അല്ലെങ്കിൽ ഒരു രീതിയിൽ നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല ICF ഇൻഫോംഡ് കൺസെന്റ് ഫോം നമ്മൾ അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. സോ ഞാൻ പറഞ്ഞതുപോലെ പാർട്ടിസിപ്പന്റിനെ കൊണ്ട് സൈൻ ചെയ്ത് ഡേറ്റ് ഇട്ട് തന്നെ മേടിക്കേണ്ട ആവശ്യമാണ്. അത് മാത്രമല്ല ഈ പാർട്ടിസിപ്പൻസിന്റെ പ്രസൻസിൽ ഇൻവെസ്റ്റിഗേറ്ററും സൈൻ ചെയ്ത് ഡേറ്റ് ഇടേണ്ട ആവശ്യമാണ്. റൈറ്റ് ടു വിഡ്രോ, ഏത് സമയത്തും റീസൺ ഇല്ലാതെ വിത്തൗട്ട് പെനാൽറ്റി പാർട്ടിസിപ്പന്റിനെ എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. ഈവൻ ഇൻവെസ്റ്റിഗേറ്ററിന് പോലും ടെർമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അവർ ഇൻവോൾവ് ഒന്നും ചെയ്യാതെ വേണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുകയോ ഈവൻ സ്റ്റഡി പോലും ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഒരു കാരണം ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇവിടെ നമ്മൾ പാർട്ടിസിപ്പന്റ് ആയിരുന്നു പറയുന്നത്. സോ പാർട്ടിസിപ്പന്റ് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ ഇൻവെസ്റ്റിഗേറ്റർ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മാറ്റാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ആൻഡ് ഇൻഫോം കൺസെന്റ് ഡോക്യുമെന്റ് പ്രോസസ്. സോ ICF എന്ന് വെച്ചാൽ വെർണിക്കുലർ ലാംഗ്വേജിലായിരിക്കണം എന്നുള്ളതാണ്. അതായത് പാർട്ടിസിപ്പന്റിന് വായിക്കാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. ബിക്കോസ് അവർക്ക് വായിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷിലോ കന്നഡയിലോ ഒക്കെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവോ? ഇല്ല അല്ലേ? അപ്പം അത് പോസിബിൾ ആയ കാര്യമില്ല. അപ്പം അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ്, അത് മലയാളമാകാം, ഹിന്ദി ആകാം, വാട്ട് എവർ ദ ലാംഗ്വേജ്. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിർബന്ധമായും ഇൻവെസ്റ്റിഗേറ്റർ ക്ലാരിഫൈ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ സൈൻ ഒക്കെ ചെയ്യേണ്ട ആവശ്യമാണ്. 2 കോപ്പികൾ വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. സോ പ്രസൻസ് 2 കോപ്പീസ് ആണ്. ആൻഡ് ഇൻവെസ്റ്റിഗേറ്റർ ഓൾസോ സൈൻ ആൻഡ് ഡേറ്റ്. പാർട്ടിസിപ്പന്റും ചെയ്യണം, നമ്മുടെ ഇവരും ചെയ്യേണ്ട ആവശ്യമുണ്ട്. 2 കോപ്പി ആയിരിക്കും. ആൻഡ് നമ്മൾ എല്ലാ ഡോക്യുമെന്റും സ്റ്റോർ ചെയ്യണം. ത്രൂ ഔട്ട് ദ ക്ലിനിക്കൽ പ്രോസസ്സിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വെക്കേണ്ട ആവശ്യമുണ്ട്. 3 വർഷമാണ്. അത് മറന്നു പോകരുത്. സിമ്പിളാണ്. എന്താണ് ക്ലിനിക്കൽ ട്രയൽ എന്ന് അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് ഒരു പെട്ടെന്ന് ഐഡിയ കിട്ടും. എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള ഐഡിയ കിട്ടും. അതിൻ്റെ കൂടെ ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. സോ ICH ഗൈഡ് ലൈൻ ആൻഡ് എസെൻഷ്യൽ ഫോർ ഇൻഫോം കൺസെന്റ്. സോ ഒരു കൺസെന്റ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രയൽ ഇൻവോൾവ് റിസർച്ച്, എന്തിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ട്രയൽ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, പ്രൊസീജിയർ എങ്ങനെയാണ്, റെസ്പോൺസിബിലിറ്റി ഓഫ് പാർട്ടിസിപ്പൻസ് ആരാണ്, ആസ്പെക്ട്സ് ഓഫ് ട്രയൽ ദാറ്റ് ആർ എക്സ്പെരിമെന്റൽ, പൊട്ടൻഷ്യൽ റിസ്ക്, ബെനിഫിറ്റ്സ്, ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ. പൊട്ടൻഷ്യൽ റിസ്ക് എന്ന് വെച്ചാൽ എംബ്രിയോ ഫീറ്റസ് നഴ്സിംഗ് ഇൻഫന്റ് ആണെന്നുണ്ടെങ്കിലാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല പിന്നെ കോമ്പൻസേഷൻ. ഇപ്പോൾ ട്രീറ്റ്മെന്റിൽ ഇഞ്ചുറി ഒക്കെ ഉണ്ടെങ്കിൽ എത്രയാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്, അത് ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പന്റ് എപ്പോഴാണെങ്കിലും വിഡ്രോ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക, റെഗുലേറ്ററി അതോറിറ്റി മെഡിക്കൽ റെക്കോർഡ് ആക്സസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് റെക്കോർഡ്, പാർട്ടിസിപ്പൻസിന് പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അവർ അറിയിക്കേണ്ട ആവശ്യമാണ്. അവരുടെ ക്യൂറീസ് അപ് ടു ഡേറ്റ് നമ്മൾ തീർത്ത് കൊടുക്കണം. ടെർമിനേറ്റ് ചെയ്യാൻ എപ്പോൾ വേണമെങ്കിലും പോസിബിൾ ആണ്. ഡ്യൂറേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, എത്ര സബ്ജക്റ്റാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, വെക്കേണ്ട ആവശ്യം നിർബന്ധമാണ് എന്നുള്ളതാണ് കേട്ടോ. ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെയാണ് സംഭവങ്ങളെല്ലാം അറിയാം. ആ എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമാണ്. So next one is GCP obligation investigator sponsor and monitoring ആണ്. സോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസിലൂടെ ആയിരിക്കണം, നിർബന്ധമായും ചെയ്യണം. എന്താണ് ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് അറിയില്ല എന്ന് ചോദിച്ചാൽ അടിയിട്ടും. കാരണം എന്താണ്, നമ്മൾ സേഫ് ആയിട്ട് എഫക്റ്റീവ് ട്രയൽ ചെയ്യേണ്ട ആവശ്യമാണ്. ഫെയിലർ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല അല്ലേ. നമ്മളെല്ലാം പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ്. ആൻഡ് ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്താണ്, ബി ക്വാളിഫൈഡ് ബൈ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. ആൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ പറ്റി ബോധമുണ്ടായിരിക്കണം. ആൻഡ് GCP റെഗുലേറ്ററി റിക്വയർമെന്റ്സുകളെല്ലാം കംപ്ലൈ ചെയ്യണം. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ മാറിയും തിരിഞ്ഞിരിക്കും കേട്ടോ. എല്ലാവർക്കും ഒരുപോലുള്ള ക്വാളിഫിക്കേഷൻ ആകണം എന്നൊരു നിർബന്ധം ഇല്ല. ആൻഡ് ആഡിക്വേറ്റ് റിസോഴ്സ്, ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ
അല്ലെങ്കിൽ എത്ര പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, അതെല്ലാം നമ്മൾ നേരത്തെ മുൻകൂട്ടി വെക്കണം, പ്രീ ഡിറ്റർമൈൻഡ് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ എക്സ്ട്രാ ആൾക്കാരെ ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. അതൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ റെഗുലേറ്റർ അതുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യണം, അവരോട് സംസാരിക്കണം, അങ്ങനെ ഒരുപാട് പണിയൊക്കെ ഉണ്ട് കേട്ടോ. സഫീഷ്യൻറ്റ് ടൈമൊക്കെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമാണ്, പെട്ടെന്ന് നമുക്ക് തീർക്കാൻ നോക്കത്തില്ല. പിന്നെ അത് മാത്രമല്ല ക്വാളിഫൈഡ് ഫിസീഷ്യൻ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം മെഡിക്കൽ ഡിസിഷനൊക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നോക്കാനും ചെയ്തു കൊടുക്കാനും ഒക്കെ ഒരാൾ വേണ്ടായോ. സോ ഓൾറെഡി മെഡിക്കൽ ഫിസീഷ്യൻ തന്നെയാണ് ഇൻചാർജ് ആണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഫൈൻ. ബട്ട് സ്റ്റിൽ അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണം, എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വേണം. ഇപ്പം ചില സ്റ്റഡീസ് നടത്തുന്നത് ഫിസീഷ്യൻ തന്നെ ആയിരിക്കും, അപ്പം അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ചില കേസുകളിൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഫിസീഷ്യനൊക്കെ ചില സമയത്ത് വേണ്ടി വന്നേക്കാം. സോ ഇത് ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് ആൾക്കാരായിട്ടാണ് ഇത് ചെയ്യുന്നത്, അതായത് വെറുതെ ഒരാൾക്ക് പോയി അങ്ങനെ ചെയ്തൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം നമുക്ക് കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ PI അത് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യണം, എപ്പോഴും റിക്വയർമെന്റ്സുകളെല്ലാം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അപ്രൂവൽ എടുത്ത് തന്നെ ചെയ്യണം, അല്ലാതെ അപ്രൂവൽ എടുക്കാൻ നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. സോ ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്ട്സ്, യൂസ് ഓഫ് ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്ട്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ PA ആണ് റെസ്പോൺസിബിൾ ആവുന്നത് ഈ പ്രോട്ടോകോൾസിലുള്ള റെഗുലേഷൻസും അല്ലെങ്കിൽ മാറ്റങ്ങൾക്കും എല്ലാം, അതിനെല്ലാം ഉത്തരവാദി PA ആണ്. അപ്പൊ എന്ത് സംഭവിച്ചാലും PA ആണ് വരിക. അപ്പൊ ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രൊഡക്റ്റുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് PA തന്നെയാണ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്യുവാണെന്ന് വെച്ചോളൂ, ഇപ്പൊ എല്ല് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ, അപ്പൊ എല്ല് മാറ്റി വെക്കുന്ന ഇംപ്ലാന്റുകളെല്ലാം സൂക്ഷിക്കേണ്ടവരാണ്. അപ്പൊ PA ആണ് വെക്കേണ്ടത്, അത് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. പിന്നെ റാൻഡമൈസേഷൻ ആൻഡ് ബൈൻഡിങ് ആണ്. സോ PA എൻഷുർ adherent to study randomization blinding procedure. സോ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന ബ്ലൈൻഡിങ് പ്രൊസീജിയർ റാൻഡമൈസേഷൻ എന്താണ്, നമ്മൾ ഇപ്പോൾ റാൻഡം ആയിട്ട് നമ്മൾ ഒരു സാധനം എടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഐഡിയ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഞാൻ പറയാം ACL റീകൺസ്ട്രക്ഷൻ ചെയ്യുവാണ്, അപ്പോൾ ഇംപ്ലാന്റ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റ് നമുക്ക് ഒരുപാട് ഇംപ്ലാന്റ് തരും, എന്നിട്ട് അതിന് നമുക്ക് റാൻഡം ആയിട്ട് ഇംപ്ലാന്റ് എടുത്ത് വെക്കാനേ പറയുള്ളൂ, ഓർഡർ ഒന്നും വെക്കാൻ പറയില്ല, റാൻഡം ആയിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് എന്താണ്, ഒരു തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബ്ലൈൻഡിങ് പ്രൊസീജിയർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതെല്ലാം PA ആണ് ചെയ്യുന്നത്. ആൻഡ് ഇൻഫർമേഷൻ കൺസെന്റ്, ഈ ഇൻഫർമേഷൻ കൺസെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള എല്ലാം ചെയ്യേണ്ടത് PA ആണ്. അത് മാത്രമല്ല PA എപ്പോഴും ഇൻഫോംഡ് ആയിരിക്കണം. അതിനായിട്ട് PAയോട് ചോദിക്കുമ്പോൾ അയ്യോ എനിക്കറിയത്തില്ല അതാരാ ഇതാരാ എന്നൊന്നും അങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പാടില്ല, എല്ലാം പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല കംപ്ലൈ വിത്ത് GCP ഫോളോ ചെയ്യണം. ആൻഡ് ഡിക്ലറേഷൻ ഓഫ് ഹെലൻസ്കിയുമായിട്ട് ഡിക്ലറേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഇതൊക്കെ സിമ്പിൾ ആയ കാര്യമാണ്, അല്ലാതെ നിങ്ങൾ വെറുതെ കൺഫ്യൂഷൻ ആയി പോകരുത്. ക്ലിനിക്കൽ ട്രയൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ചില ആൾക്കാർ കൺഫ്യൂഷൻ വരും, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നും. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിക്ലറേഷൻ ഓഫ് ഹെലൻസ്കി ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, എത്തിക്കൽ പ്രിൻസിപ്പിൾ ഡെവലപ്പ് ബൈ വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ WMA 1964 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾ ഡെവലപ്ഡ് കൺസിഡറേഷൻസ് ആണ്, ഗൈഡ് ലൈൻസ് ആണ്. ഒരു ഫിസിഷ്യൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ അതുകൊണ്ട് ഹെലൻസ്കിക്ക് ഡിക്ലറേഷൻ കൊടുക്കണം എന്ന് വിചാരിക്കരുത്. ആൻഡ് റെക്കോർഡ് ആൻഡ് റിപ്പോർട്ടിംഗ്, എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യണം. നമുക്ക് പ്രോഗ്രസ് എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ റിവ്യൂ ബോർഡിന് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അഡ്വൈസറിൽ റിപ്പോർട്ട് ചെയ്യുക, സ്റ്റഡീസിൽ എന്തെങ്കിലും സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. ആൻഡ് എല്ലാ പാർട്ടിസിപ്പൻസിനും അറിയിക്കുക, ഇന്ന കാരണത്തിലാണ് നമ്മളിത് സസ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ട്, ഫോളോ അപ്പ് ചെയ്യണം, റെഗുലേറ്ററി അതോറിറ്റീസിനെ അറിയിക്കണം. അത് ഒരു സ്റ്റഡി നടക്കേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ചെയ്തിരിക്കണം. സ്പോൺസറിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? സ്പോൺസേഴ്സ് ഇൻഡിവിജ്വൽ കമ്പനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അവരായിരിക്കും എന്ത് ചെയ്യുക, ഈ ക്ലിനിക്കൽ ട്രയലിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുക. PA ആണ് നടത്തുന്നത്, പക്ഷേ അതിന്റെ ഫിനാൻഷ്യലും അതിന്റെ ബാക്കിയുള്ള എല്ലാ മേജർ കാര്യങ്ങളും നടത്തുന്നതായിരിക്കും സ്പോൺസർ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു കുട്ടിയെ നമ്മൾ ദത്തെടുക്കുന്നു, ആ കുട്ടി പഠിക്കുന്നു, ആ കുട്ടിയെ പഠിപ്പിക്കുന്നത് നമ്മളായിരിക്കും. ഓക്കെ, അങ്ങനെ. ഇനി ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. സോ ക്വാളിറ്റി മാനേജ്മെന്റ് നിർബന്ധമാണ് ക്ലിനിക്കൽ ട്രയൽസിൽ ത്രൂ ഔട്ട് നമുക്ക് ആവശ്യമാണ്. ഡേറ്റ റിലയബിലിറ്റി, സേഫ്റ്റി ഒക്കെ അത്യാവശ്യമാണ്. ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, കൺട്രോൾ സിസ്റ്റം ഓഫ് GCP, റെഗുലേറ്ററി കംപ്ലൈൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ചില സമയത്ത് റെസ്പോൺസിബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. സ്പോൺസർ എന്ത് ചെയ്യാം, ട്രയൽ റിലേറ്റഡ് ഡ്യൂട്ടീസ് ഒക്കെ ഈ കോൺട്രാക്ട് റിസർച്ച് ഓർഗനൈസേഷൻ CRO എന്ന് പറയും, അത് വേറൊരാളെ തേർഡ് പാർട്ടിയെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ സ്പോൺസർ ആണ്, പക്ഷേ എനിക്ക് നോക്കി നടത്താൻ പറ്റത്തില്ല, പകരം ഞാൻ വേറെ തേർഡ് പാർട്ടി നമ്മൾ എടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ആൻഡ് മെഡിക്കൽ എക്സ്പെർട്ടീസ്, സോ നമുക്ക് ആവശ്യമുള്ള മെഡിക്കൽ പ്രൊഫഷണലിനൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. കാര്യം ക്യൂറീസ് ഒക്കെ അറിയണമല്ലോ, കാര്യം PA ചെയ്യുന്നത് ശരിയാണോ ഇല്ല നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും, അങ്ങനെയുള്ള കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.
ആൻഡ് അതുകൊണ്ട് തന്നെ മെഡിക്കൽ എക്സ്പെർട്ടീസ് നമുക്ക് വേണം. ഡെസിഗ്നേറ്റ് ക്വാളിഫൈഡ് മെഡിക്കൽ പേഴ്സണൽ ഫോർ ട്രയൽ റിലേറ്റഡ് മെഡിക്കൽ ക്യൂറീസ് നമുക്ക് ഉണ്ടായിരിക്കണം. സ്റ്റഡി ഡിസൈൻ ആൻഡ് മാനേജ്മെന്റ് പറയുവാണെങ്കിൽ സ്പോൺസർ മസ്റ്റ് സ്റ്റഡി പ്രോട്ടോകോൾ ഡിസൈൻ ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം, വെരിഫൈ ചെയ്യണം. കാരണം അവനാണല്ലോ പൈസ കൊടുക്കുന്നതും ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ മാത്രമല്ല റെസ്പോൺസിബിൾ ആവേണ്ടത്, ഇവരും റെസ്പോൺസിബിൾ ആണ്. അനാലിസിസും സ്റ്റഡി റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ഇൻവെസ്റ്റിഗേറ്റർ സെലക്ഷൻ റെസ്പോൺസിബിലിറ്റീസ് ആണ്. സോ ക്വാളിഫൈഡ് ഇൻവെസ്റ്റിഗേറ്റർ എടുക്കുന്നതും പ്രോട്ടോകോൾസുകളൊക്കെ നോക്കേണ്ടതും അല്ലെങ്കിൽ എഗ്രിമെന്റുകളും ഒക്കെ നോക്കേണ്ടതും ട്രയൽ റിലേറ്റഡ് ക്ലെയിമുകളും ഒക്കെ ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റർ സെലക്ഷൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സ്പോൺസറിന്റെ അണ്ടറിലാണ് വരുന്നത്. റെഗുലേറ്ററി കംപ്ലയിൻസ് പറയുവാണെങ്കിൽ ഫൈനൽ എഗ്രിമെന്റുകളും അല്ലെങ്കിൽ ട്രയൽ ആപ്ലിക്കേഷൻ ഫോർ റെഗുലേറ്ററി റിവ്യൂ ആൻഡ് അപ്രൂവൽ ആൻഡ് വെരിഫിക്കേഷൻ, ട്രയൽ കമാൻസ്മെന്റ്, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളും ചെയ്യേണ്ടത് ആരാണ്? റെഗുലേറ്ററി കംപ്ലയിൻസുകൾ ഫുള്ള് ചെയ്യേണ്ടത് സ്പോൺസർ തന്നെയാണ്. ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ പ്രൊഡക്റ്റ് സേഫ്റ്റി, എഫിക്കസി, സ്റ്റോറേജ്, ലേബലിംഗ്, ഹാൻഡിലിംഗ് ആൻഡ് ട്രയൽ മെറ്റീരിയൽ, മെയിൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഇതെല്ലാം ചെയ്യേണ്ടതും സ്പോൺസറിന്റെ ഇത് തന്നെയാണ്. റെക്കോർഡ് ആക്സസ് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും കൺസേൺസും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും അവർ തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മേജർ ഹെഡിങ്സുകളിൽ പഠിച്ചു വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് സംഭവം എന്നുള്ളത്. ആൻഡ് മോണിറ്ററിങ്, ഓഡിറ്റിംഗ്, നമ്മൾ ഈക്വൽ ടൈമിൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമാണ്. ബിക്കോസ് ഓഡിറ്റിംഗ് ഒക്കെ ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റുക എത്രത്തോളം റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ അത് അത്യാവശ്യം തന്നെയാണ്. സോ ട്രെയിൻഡ് മോണിറ്റേഴ്സിനെയാണ് നമ്മൾ വെക്കേണ്ടത്. വെറുതെ റാൻഡംലി കൊണ്ട് വെക്കുകയല്ല ചെയ്യുക. നമുക്ക് ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരാളെ നമ്മൾ എപ്പോഴും വെക്കത്തുള്ളൂ. ആൻഡ് അത് മാത്രമല്ല നോൺ കംപ്ലയിൻസ് ആൻഡ് പ്രിമച്യൂർ ടെർമിനേഷൻ. ഓൾറെഡി പറഞ്ഞതുപോലെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നോൺ കംപ്ലയിൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫുകളൊന്നും പ്രോംപ്റ്റ്ലി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ടെർമിനേറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഇവർക്കുണ്ട്, സ്പോൺസേഴ്സിനുണ്ട്. ആൻഡ് ഫൈനൽ സ്റ്റഡി റിപ്പോർട്ട് ചെയ്യുന്നതും ബാക്കി റിക്വയർമെന്റ്സുകളും ട്രയൽ കംപ്ലീഷൻ സ്റ്റാറ്റസും ഒക്കെ നോക്കുന്നവരാണ് സ്പോൺസേഴ്സ് ആയിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ മോണിറ്ററിംഗിന്റെ പർപ്പസ് എന്താണ്? വെരിഫൈ ചെയ്യണം, അക്കൗണ്ടബിൾ ആണോ, ആക്യുറേറ്റ് ആണോ, പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ, GCP ഉണ്ടോ, റെഗുലേറ്ററി ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ആൻഡ് സെലക്ഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് മോണിറ്റേഴ്സ്. സോ മോണിറ്റേഴ്സിന് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ മോണിറ്റേഴ്സിന് അപ്പോയിന്റ് സ്പോൺസേഴ്സ് ആയിരിക്കും. സോ അവരെ ട്രെയിൻ ചെയ്ത് സയന്റിഫിക് നോളജ് കൊടുത്ത് ക്ലിനിക്കൽ നോളജ് എല്ലാം കൊടുത്ത് അവരെ ഫെമിലിയർ ആക്കും. ഇന്ന സാധനമാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പം നിങ്ങൾ വേണം ഇത് നോക്കേണ്ടതും ചെയ്യേണ്ടതും എടുക്കേണ്ടതും എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക, ട്രെയിൻ ചെയ്യിപ്പിക്കും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി മോണിറ്ററിംഗ് ഇൻ ക്ലിനിക്കൽ ട്രയൽ. സോ ട്രയൽ മോണിറ്ററിങ്ങിൻ്റെ ആവശ്യം എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു. ആക്യുറേറ്റ് ആയിരിക്കണം, വെരിഫൈ ചെയ്യാൻ പറ്റണം, എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, റിക്വയർമെൻറ്റ്സ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്, അല്ലേ? അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരാളെ മോണിറ്റർ ചെയ്യാൻ ആളെ വെക്കേണ്ടി വരും, നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് മോണിറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്നത്? സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സയൻറ്റിഫിക് ക്ലിനിക്കൽ നോളജ് ഉണ്ടാവണം, ട്രെയിൻ ചെയ്ത് കംപ്ലീറ്റ് ആയ ഒരാളായിരിക്കണം, ക്വാളിഫിക്കേഷൻസുകളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യേണ്ട ആവശ്യമാണ്, ലൈക്ക് ഇൻവെസ്റ്റിഗേറ്റ്. പിന്നെ അതുപോലെ തന്നെ മോണിറ്ററിന് എല്ലാ കാര്യങ്ങളും അറിയണം. ഇപ്പം ഇതിനകത്ത് ഈ ഒരു ക്ലിനിക്കൽ ട്രയലിനകത്ത് ഉള്ള എല്ലാ ആൾക്കാരുടെയും ക്വാളിഫിക്കേഷൻസ്, അല്ലെങ്കിൽ അവരെന്താ പഠിച്ച്, അവർക്ക് എന്തൊക്കെ ട്രെയിനിങ് കിട്ടി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമാണ്. ഡോക്യുമെൻ്റ് ചെയ്യണം കേട്ടോ, ത്രൂ ഔട്ട്. കാരണം നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെടുത്ത് കാണിക്കണം, ഞങ്ങൾ ട്രെയിൻഡ് ആൾക്കാരാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. സോ മോണിറ്റേഴ്സ് നമ്മുടെ സ്റ്റഡി പ്രോട്ടോക്കോള്, കൺസെൻറ്റ് ഫോമുകൾ, അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രൊഡക്ട്സുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി ഒരു നോളജ് ഉണ്ടായിരിക്കണം. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ ട്രയൽ പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ പ്രോപ്പർ ഡോക്യുമെൻറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സ്പോൺസറിൻ്റെ അടുത്തും ഇൻവെസ്റ്റിഗേറ്ററിനും എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യുക, പ്രോട്ടോകോൾസുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ വെരിഫൈ ചെയ്യണം, കൺഫേം ചെയ്യണം. അതുമാത്രമല്ല ബ്രോഷേഴ്സ്, ട്രയൽ ഡോക്യുമെൻറ്റ്സ്, പിന്നെ സപ്ലൈസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ, റിസീവ് ചെയ്യുന്നുണ്ടോ, സ്റ്റാഫൊക്കെ വെൽ ട്രെയിൻഡ് ആണോ, ഇൻഫോംഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഇവിടെ മോണിറ്റർ എന്നല്ല, അവിടെയും പിന്നെയും പേരുകളൊക്കെ മാറും. ചിലപ്പം കോർഡിനേറ്റേഴ്സ്, അങ്ങനെയൊക്കെ പല പേരുകളൊക്കെ മാറും കേട്ടോ. സബ്ബായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് നമുക്ക് പഠിക്കാനില്ല. റിപ്പോർട്ടിൻ്റെ ആവശ്യമാണ് പ്രോപ്പറായിട്ട്. ഡേറ്റ്, സൈറ്റ്, മോണിറ്ററിംഗ് നെയിം, ഇൻവെസ്റ്റിഗേഷൻസ് നെയിം, സമ്മറി, കീ ഫൈൻഡിങ്സുകൾ, ആൻഡ് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അങ്ങനെ, സ്പോൺസറിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ റിപ്പോർട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇനി ഫാർമക്കോ വിജിലൻസ് ആണ്. ക്ലിനിക്കൽ ട്രയൽ ഫാർമക്കോ വിജിലൻസ് എന്താണ്? പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് എന്ന് പറയുക. അതായത് നമ്മളൊരു സാധനം നമ്മൾ ഇറക്കിയതിന് ശേഷം നമ്മൾ നോക്കുവാണ്, നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു, വളരെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇറക്കിയതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ല നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട്. ചില ഡ്രഗുകളൊക്കെ നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്, റാൻഡാക്ക് എന്നൊക്കെ പോലുള്ള ഡ്രഗുകൾ നമ്മൾ ഒരുപാട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അതൊക്കെ ക്യാൻസർ ഉണ്ടാക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഒരുപാട്
കണ്ടുപിടുത്തങ്ങൾ പിന്നെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഓക്കെ, സോ ഫാർമക്കോജൻസ് ഡിറ്റക്ട് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ആക്സസ് ചെയ്യുക, അഡ്വേഴ്സ് എഫക്റ്റ് കുറയ്ക്കുക, ഇത്രയേ ഉള്ളൂ. അതായത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുക, റിസ്കുകൾ കുറയ്ക്കുക, എന്തെങ്കിലും പൊട്ടൻഷ്യൽ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പം ചില സമയത്ത് ഡ്രഗ് ഇറക്കി ഒരു ലാർജർ പോപ്പുലേഷനിൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴായിരിക്കും മനസ്സിലാവുക ഈ ഒരു സാധനം പോക്കാണ്, അല്ലെങ്കിൽ ഈ ഒരു സാധനം പ്രശ്നമാണ്, നമുക്കിത് ഉപയോഗിക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ പിന്നെ ആയിരിക്കും അത് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ ADR എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം വേറെ എഫക്റ്റുകൾ തരുന്നു. അതിന് നമ്മൾ ADR എന്ന് പറയും. അത് മൾട്ടിപ്പിൾ ഡ്രഗ് തെറാപ്പി കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം, ഏജ്, ജെൻഡർ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ADR തന്നെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടൈപ്പ് A ഓഗ്മെന്റഡ് റിയാക്ഷൻ, കോമൺ ആണ്, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പാരസ്റ്റമോൾ കഴിച്ചാൽ ലിവർ അടിച്ചു പോകും, അത് നമുക്ക് അറിയുന്ന കാര്യം. ടൈപ്പ് B ബിസിയർ എന്ന് പറയും, അൺകോമൺ ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്, ഡോസ് ഇൻഡിപെൻഡന്റ് ആണ്. ഇപ്പോൾ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടാവുന്നു, നമുക്കറിയില്ല, അതാണ് കേട്ടോ, ആണ് ടൈപ്പ് B എന്ന് പറഞ്ഞാൽ. സോ IND ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇത് നിങ്ങൾ വായിച്ചോളാം, നിങ്ങൾ പഠിക്കാത്ത കാര്യമല്ല. പോസ്റ്റ് മാർക്കറ്റ് സർവൈലൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അത് പോസ്റ്റ് മാർക്കറ്റ് സർവൈലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം റെസ്പോൺസിബിൾ ആണ്, പേഷ്യന്റ് റെസ്പോൺസിബിൾ ആണ്. അത് പേഷ്യന്റിന് പോലും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ADR വന്നു അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാനായിട്ട് പറ്റും. ഈ പോസ്റ്റ് മാർക്കറ്റ് സർവൈലൻസ് കൊണ്ട് ഉപയോഗം എന്താണ്, എല്ലാവർക്കും ഉപയോഗമാണ്. ഒരു ഡ്രഗ് സേഫ് ആണോ, അല്ലെങ്കിൽ അൺസേഫ് ആണെങ്കിൽ അത് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫോർമുലേഷനിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടോ സേഫ്റ്റി ഇൻ ടേംസിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തണോ, അതുമാത്രമല്ല ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ നമ്മൾ എങ്ങനെയാണ് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസിൽ അപ്രോച്ച് ചെയ്യുന്നത്? സ്പോണ്ടേനിയസ് ആയിട്ട് റിപ്പോർട്ടിംഗ്. നമുക്ക് AD റിപ്പോർട്ടിംഗ് ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. ഇന്ന് ചെയ്താൽ ഇന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, അത് അവർ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് ADRനൊക്കെ ഭയങ്കര ഫോർമാറ്റ് ഉണ്ട്, അത് വലിയൊരു ഫോർമാറ്റ് ആണ് കേട്ടോ. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ആൻഡ് പ്രിസ്ക്രിപ്ഷൻ ഈവൻ മോണിറ്ററിംഗ്. സോ മോണിറ്റർസ് ന്യൂ ഡ്രഗ് പ്രിസ്ക്രിപ്ഷൻ ബൈ ജനറൽ പ്രാക്ടീഷണർ, ട്രാക്ക് ക്ലിനിക്കൽ ഈവൻ, റിപ്പോർട്ട് ബൈ പേഷ്യന്റ്. സോ ഇവിടെ PM എന്ന് പറയും. സോ നമ്മൾ ജനറൽ പ്രാക്ടീഷണേഴ്സ് ഒക്കെ മരുന്ന് എഴുതി കൊടുക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല പേഷ്യൻസിന് റിപ്പോർട്ട് ചെയ്യാം. ഇനി ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉണ്ട്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്, ഇൻഡിവിജ്വൽ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഹെൽത്ത് കെയർ സിസ്റ്റം ഡെവലപ്മെന്റ് ഇവിടെ നമുക്ക് പിന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ആൻഡ് പേഷ്യന്റ് രജിസ്ട്രേഷൻ എല്ലാം റെക്കോർഡ് ചെയ്യും. ലോങ് ടേം മോണിറ്ററിംഗ്, ഷോർട്ട് ടേം മോണിറ്ററിംഗ്, ആൻഡ് ടൈം കൺസ്യൂമിംഗ് ആണ്, ആൻഡ് ബട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. സോ പേഷ്യന്റ് രജിസ്റ്ററിംഗ് വെക്കുന്നത് കൊണ്ട് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവീസിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? നമ്മൾ കണ്ടിന്യൂസ്ലി റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ADR ഉണ്ടാവുന്നു, ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ ഇന്ന പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട് ഇന്ന ഡ്രഗുകൾ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഇനി ഇലക്ട്രോണിക്കൽ ഹെൽത്ത് റെക്കോർഡ് കൊണ്ട് എന്താ ഉപയോഗം? എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്, നിങ്ങൾക്ക് സ്വന്തമായി ഇടുന്നുള്ളത് മാത്രമേ ഉള്ളൂ. AD റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ആരാ ചെയ്യുക? ഹെൽത്ത് കെയർ വർക്കേഴ്സ് ചെയ്യും. അവർ ഐഡന്റിഫൈ ചെയ്യുന്നു, അവരാണ് അഡ്വേഴ്സ് എഫക്റ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. കാര്യം അവരാണ് ഫസ്റ്റ് ലൈൻ ആൾക്കാർ. മരുന്ന് കൊടുക്കുന്നതും മരുന്ന് ചെയ്യുന്നതും, അല്ലെങ്കിൽ അവരൊക്കെയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതൊക്കെ അവർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ ഡേറ്റ കളക്ഷൻ ഇവാലുവേഷൻ ആണ്. നമുക്കൊരു ഡേറ്റ കിട്ടിയാൽ ഉടനെ നമ്മളത് ADR ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതല്ല, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതായത് ഇതൊരു പൊട്ടൻഷ്യൽ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നോ, ഒരു മരണം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഫീറ്റൽ അബ്നോർമാലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും, എന്നിട്ട് നമ്മൾ തീരുമാനിക്കുള്ളൂ. ക്വാസാലിറ്റി റിസ്ക് ആൻഡ് ഡിറ്റർമിനേഷൻ ആണ്. ഇത് ഒരു ലാർജ് പോപ്പുലേഷനെ ബാധിക്കുന്നുണ്ട്, വലിയൊരു പ്രശ്നം തന്നെയാണെങ്കിൽ നമ്മൾ റിസ്ക് ഡിറ്റർമൈൻ ചെയ്ത് ആക്സസ് ചെയ്യും. വിഡ്രോ ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ചെയ്യും. ഇനി എപ്പിഡമോളജിക്കൽ സ്റ്റഡി ചെയ്യണമെങ്കിൽ അത് നമ്മൾ ചെയ്യും കേട്ടോ. ഇനി റെഗുലേറ്ററി ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ പാക്കേജ് ഇൻസേർട്ട് അസസ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി, ഡ്രഗ് ഷെഡ്യൂളിംഗ് ചേഞ്ചസ്, ഡ്രഗ് വിഡ്രോ ചെയ്യണോ, റീകോൾ ചെയ്യണോ, ഡ്രഗിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അല്ലെങ്കിൽ ഷെഡ്യൂളിൽ മാറ്റം വരുത്തണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജ് ഇൻസേർട്ട് അമെൻമെന്റുകൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കും. അത് മാത്രമല്ല ADR റിപ്പോർട്ടിങ്ങിൽ മാനുഫാക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻ, റെഗുലേറ്ററി ബോഡീസിനൊക്കെ ഒരുപാട് പങ്കുണ്ട്. അല്ലാണ്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് മാത്രം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഫാർമക്കോവിജിലൻസ് പ്രോഗ്രാം ഇൻ ഇന്ത്യ 23 നവംബർ 2024 ന്യൂഡൽഹിയിലാണ് നമ്മൾ ഒഫീഷ്യൽ ലോഞ്ച് ചെയ്തത്. CDSO അണ്ടറിലാണ് വരിക, ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് ആൻഡ് സർവീസ്, ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷൻ, ഗസിയാബാദ് ആണ് കേട്ടോ. സോ നാഷണൽ കോർഡിനേഷൻ സെന്റർ NCC ഉണ്ട്. ഇവരാണ് മെഡിക്കൽ റിസ്കുകൾ, ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവുക. സോ ഇന്ത്യയിൽ ADR മോണിറ്റർ ചെയ്യുക, അവയർനെസ് കൊടുക്കുക, റിസ്ക് ബെനിഫിറ്റ്സ് പ്രൊഫൈൽസ് ഓഫ് മെഡിസിൻ ആക്സസ് ചെയ്യുക, CDSOനെ സപ്പോർട്ട് ചെയ്യുക. എന്തിനു വേണ്ടി? ഇൻ ടേംസ് ഓഫ് റെഗുലേറ്ററി ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യുന്നത് ശരിയാണോ നല്ലതാണോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ റെഫറൻസ് നോട്ടൊന്ന് വായിക്കുക. ബിക്കോസ് ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്, പക്ഷെ ഒരുപാടുണ്ട്. ഡിഗ്രിക്കാർക്ക് എഴുതാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ കോമ്പറ്റീവുകാർക്ക് ഇത് മതി, വേറെ ഒന്നും നോക്കാനില്ല. ബിക്കോസ്
എന്താണ് മേജർ പോയിന്റ്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 5 മാർക്കൊക്കെ ചോദിച്ചാൽ ഒരുപാട് നമുക്ക് എഴുതാനുണ്ട്. സോ നന്നായിട്ട് നോക്കാം, ക്ലാസ് നന്നായിട്ട് നോക്കാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.